8:30 നമ്മൾ 7 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അറിയാമല്ലോ, നമ്മൾ ഉറങ്ങിപ്പോയി. ഇന്നലെ വന്ന് കിടന്ന് ഉറങ്ങിയതാണ്. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഫുൾ ടയർഡായിരുന്നു. കഴുത്തൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ശ്രീഹരി ബാത്റൂമിൽ കയറിയിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറായി. ഇതുവരെ ഒരു വിവരമില്ല. തട്ടിയിട്ടൊന്നും അനക്കമില്ല. ഞാനകത്തിരുന്ന് സമാധിയായോ എന്നൊന്നും നമുക്കറിയില്ല. എന്താ ഒരു നിക്കറിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണുണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് നേരെ വയനാട്ടിൽ പോവാണ്. ഏകദേശം 120 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് വയനാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം 3 മണിക്കൂർ എടുക്കും നമുക്ക് എത്താനായിട്ട്. അപ്പോൾ രാവിലെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. നമുക്കറിയാം ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരുമ്പോൾ എന്തായാലും ടയർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതൊന്നും കേട്ടില്ല, സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലോട്ട് വെച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. ഫുഡ് കഴിച്ചിട്ട് നേരെ താമരശ്ശേരി ആ ഭാഗത്തോട്ട് പോകും. അപ്പോൾ ഇവിടെയായിരുന്നു എക്സ്ട്രാ ബെഡ് വന്നത്. ഇവിടെയാണ് നമ്മുടെ സജിൻ കിടന്നുറങ്ങിയത്. ഇതിനകത്ത് സമാധിയായിട്ട് ഒരാളുണ്ട്. എനക്കൊന്നുമില്ല. പിന്നെ എന്തായോ എന്തോ ഇനി പറഞ്ഞ് വരുമോ ഇല്ലയെന്നൊന്നും അറിഞ്ഞൂടാ. ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് എല്ലാം ചാർജിന് ഇട്ടിട്ടുണ്ട്. അവിടെ എല്ലാം ചാർജിന് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ സെമി ഡ്രസ്സിലാണ്, ടീഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 2000 years later. അങ്ങനെ 3 മണിക്കൂറത്തെ വനവാസത്തിന് ശേഷം പിന്നെ എത്ര നേരമായി കയറിയിട്ട് ഇന്നത്തെ പരിപാടിയൊക്കെ പറ. നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. ഇപ്പൊ നേരെ റൂമിലോട്ടാ പോടെ. ഈ റൂമിൽ നേരെ മറ്റേ റൂമിലോട്ടോ. കാരണം അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 12-12:30 ആവുമല്ലോ. അവര് നേരത്തെ റൂം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ റൂമിൽ ചെന്ന് സാധനങ്ങളെല്ലാം വെച്ചിട്ട് സമാധാനമായിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും. ഫസ്റ്റ് ആ ഡാമിന്റെ ഏരിയയിലോട്ട് പോകും. പിന്നെ ബാക്കി നമ്മളപ്പം പറയാം. ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമോ? നാളെ ഒരു ഫുൾ ഡേ ഉണ്ടല്ലോ നമുക്ക്. നാളെ സ്റ്റേ ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ ഡ്രസ് മറിയോ? 20 minutes later. സമയം ഇപ്പോൾ 9:45. 9:45 നമ്മൾ നമ്മുടെ യാത്ര തിരിച്ചിരിക്കുകയാണ്. നേരെ വയനാട് ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ യാത്ര. രാത്രി വന്നുകൊണ്ട് ഇന്നലെ മഞ്ചേരി ടൗണൊന്നും നേരെ ചൊവ്വേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കിനി താമരശ്ശേരിക്ക് 43 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഇവിടെ ഒരു ജിയോ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറി കേട്ടോ. ഏകദേശം 6.93 ലിറ്റർ കയറി 786 രൂപയായി. എൻ്റെ റൈറ്റ് സൈഡിലെ ഫോഗ് ലൈറ്റ് ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് തന്നെ പൊങ്ങി പോകും. നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി നടത്തിയതാണ് കേട്ടോ. ചെറിയൊരു കടയാണ്. അങ്ങനെ നമ്മുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങി. ഇപ്പോൾ ഭയങ്കരമായിട്ട് എനർജിയായി. നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ. നല്ല പൂ പോലത്തെ പൊറോട്ടയും പോട്ടിയും. അല്ലെങ്കിലും നമ്മൾ ഈ ചെറിയ കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും അത് ഡിസപ്പോയിൻ്റ് ആവില്ല. ഞങ്ങളെപ്പോഴും എല്ലാ ട്രിപ്പിനും ചെറിയ ചെറിയ കടകളാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം റേറ്റും കുറവാണ്, അതുപോലെ ടേസ്റ്റായിട്ട് ഫുഡും കിട്ടും. നമ്മളിതെല്ലാം കൂടെ കഴിച്ചതിന് ഏകദേശം 330 രൂപ എന്തോ ആയിട്ടുള്ളൂ കേട്ടോ. അതായത് 3 മുട്ട റോസ്റ്റ്, 6 പൊറോട്ട, ഒരു പോട്ടി, 3 കാപ്പി. അത് ലാഭമല്ലേ? പോരാത്തതിന് ഇപ്പം ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ റേറ്റ് കൂടി നിൽക്കുന്ന സമയം കൂടെയാണ്. മുക്കംകടവ് പാലം. നമ്മളങ്ങനെ താമരശ്ശേരി അടുക്കാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 10-15 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഇനി നമുക്ക് ചുരത്തിലോട്ട്. ദൂരെ നമുക്ക് മലനിരകളൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. ആ മലയൊക്കെ ഇനി കയറാനുള്ള മലകളാണ്. അതായത് കണ്ടോ, ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയ ഒരു പാലമാണ് കേട്ടോ. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ. നമ്മളങ്ങനെ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. എന്താ റോഡ് കിടക്കുന്നുണ്ടോ? എന്താ കയറാം. കൈ തട്ടിയോ? സോറി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ, മുറംപാത്തി. റോഡിന് വലിയ വീതിയില്ലെങ്കിലും ആ ഒരു ഭംഗി കണ്ടോ റോഡിൻ്റെ, കിട്ടില്ല റോഡ്. ഇപ്പോൾ നമ്മൾ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം എത്തി കേട്ടോ. അതുകൊണ്ട് വിശാലമായ ഒരു ഗ്രൗണ്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മലനിരകളും മേഘങ്ങളും എല്ലാം കൂടെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു കാഴ്ചയിൽ
വെയിലൊട്ടുമില്ല കേട്ടോ, നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ, പെർഫെക്റ്റ് ക്ലൈമറ്റാണ് ഇപ്പോൾ പോകാനായിട്ട്. ഇതേ നമ്മുടെ റംബൂട്ടാൻ മരം മൂടിയിട്ടേക്കുന്നു. ഇത്രയും പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ എന്താ ഒരു ഫീൽ അല്ലേ. നമ്മൾ അന്ന് പോയ ട്രിപ്പൊക്കെ ഒരുമാതിരി വരണ്ടുണങ്ങി പോയ ട്രിപ്പായിരുന്നു. ഇപ്പം നമുക്ക് പച്ചപ്പൊക്കെ കണ്ട് ഇതാ നമുക്ക് ഓളി ഒരു രക്ഷയില്ലല്ലേ, കിട്ടില്ല വ്യൂ. തെങ്ങിൻതോപ്പാണ് കേട്ടോ അപ്പുറത്ത്. തെങ്ങിൻതോപ്പുണ്ട്, കവുങ്ങുണ്ട്, എല്ലാ തരം കൃഷിയുണ്ട്. ഓരോ വളവ് തിരിയുമ്പോഴും ഓരോ കിടിലം ഫ്രെയിമാണ്. നമ്മളങ്ങനെ താമരശ്ശേരി ടൗണൊക്കെ കഴിഞ്ഞ് ചുരത്തിലോട്ടുള്ള റോഡിലോട്ട് വന്ന് കയറി. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, നമ്മുടെ ചുരം തുടങ്ങും. അത് കണ്ടോ നമ്മളെ കാത്ത് നിൽക്കുന്ന മലനിരകൾ. ഇവിടുന്ന് കാണുമ്പോഴേ ഒരു നല്ലൊരു ഭംഗിയുണ്ട്. അതെല്ലാം നല്ല പച്ച കളറിലിങ്ങനെ കാണുമ്പോഴേ. നമ്മളങ്ങനെ നമ്മുടെ ചുരം കയറി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. കുറേ വണ്ടികളുണ്ട്, വണ്ടികളുടെ പുറകെ നമ്മളും ഇങ്ങനെ പയ്യെ പോകുന്നു. പിന്നെ ബൈക്കായതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിടത്തും ബ്ലോക്കിൽ നിൽക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത് അങ്ങനത്തെ ബ്ലോക്ക് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതോ നമുക്കിങ്ങനെ കയറി പോവാം. നല്ല കയറ്റമാണ് കേട്ടോ. താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ നല്ല കയറ്റമാണ്. ഇത് നമ്മൾ വാഗമൺ പോകുന്ന അല്ലെങ്കിൽ ആ മൂന്നാർ പോകുന്ന റൂട്ട് പോലെ ഉണ്ട് ഇപ്പം കാണാനായിട്ട്. കൊള്ളാം, രണ്ട് സൈഡിൽ നല്ല പച്ചപ്പുണ്ട്, മുകളിൽ പച്ചപ്പുണ്ട്, എവിടെ നോക്കിയാലും പച്ചപ്പ് തന്നെ. ഇവിടുന്ന് കയറുമ്പോൾ ഉള്ള ആദ്യത്തെ ഹെയർപിൻ ബെൻഡാണ്. ഇതാ ഒന്നാമത്തെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. വണ്ടികളൊക്കെ വരിയായിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പരസ്യങ്ങളാണല്ലോ, ഓരോ റിസോർട്ടിൻ്റെ പരസ്യമാണ് കേട്ടോ അതൊക്കെ. ആ നമ്മുടെ രാജസാറും ഉണ്ടല്ലോ. ഓഹോ, ബ്രേക്ക് ഡൗൺ ആയോ വണ്ടി? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇതാണ് ഹെയർപിൻ 4. താഴോട്ട് വലിയ കൊക്കയാണ് കേട്ടോ. നമുക്ക് താഴെ ഒരു സിറ്റി കാണാൻ കണ്ടോ, അതിന് നടുക്കിയിരിക്കുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിയല്ലേ ഇത്? മാർക്കസ് നോളജ് സിറ്റി. അതോ? വലിയ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിന്റെ പണി നടക്കുന്നേ. അതൊരു നോളജ് സിറ്റി, അതായത് മാർക്കസ് നോളജ് സിറ്റി, അതായത് കുറെ വലിയ കോഴ്സുകളും പഠിപ്പിക്കും, ചർച്ചും എല്ലാം കൂടെ ചെറിയ ഇന്റഗ്രേറ്റഡ് സിറ്റി പോലെ. അല്ല അങ്ങനെ ചെയ്യണ്ട, അത് കിട്ടും. എങ്ങനെ കാണിച്ചാലും കിട്ടും. പയ്യെ കയറി പോവാം. അങ്ങനെ അപ്പോൾ ഇനി നമ്മുടെ റൂമിലോട്ട് ഏകദേശം 31 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ. കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെയാണ് താഴെ. ഇപ്പോൾ ആ ബ്ലോക്കൊന്നും ഒരുവിധം ഒതുങ്ങിയേ ഉള്ളൂ. അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും ബ്ലോക്ക് ആയിരിക്കും, അത് വേറെ കാര്യം. ഇത് ആ സൈഡൊക്കെ കോട കാണാം ഗൈസ്, കണ്ടോ? അത് മുകളിലോട്ടൊക്കെ കോട കയറിയിട്ടുണ്ട്. സൈഡിലോട്ടുള്ള വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നിർത്തുന്നില്ല, നമുക്ക് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ നിർത്താം. ഇതേ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നു. നമ്മളങ്ങനെ വെൽക്കം ടു വയനാട് ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. സണ്ണി ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷിച്ചില്ല. തടിച്ചുട്ടോ. ഈ കൊച്ചു പിള്ളേരൊക്കെ റേസർ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഇന്നലെ നമ്മൾ എവിടെ നിന്നപ്പോൾ 2 പയ്യന്മാർ വന്ന് ചോദിച്ചിട്ട് റേസിങ്ങിന് പോകണോ, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് റേസിങ്ങിന് പോകണ പോലെ തോന്നുന്നു. അങ്ങനെ ഏകദേശം 430 കിലോമീറ്ററോളം ഓടിച്ച് അങ്ങനെ നമ്മളിതാ വയനാട്ടിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. കാലല്ല, ടയറെടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി വയനാട്ടിലോട്ട് കയറി കേട്ടോ. അയ്യോ, ഇഷ്ടം പോലെ ഹോട്ടലുണ്ട്, എല്ലാത്തിലും ഇഷ്ടം പോലെ ആൾക്കാരുമാണ്. നമ്മളിനി കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിട്ട് ഒരു ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. സമയം ഇപ്പോൾ 12:15. നമ്മുടെ സ്റ്റേയിലോട്ട് ഇനി 25 കിലോമീറ്റർ എന്തോ ഉണ്ട് കേട്ടോ. ഗാന്ധി ഗ്രാമം. ഓ, ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ ലക്കിടി.
നമ്മളങ്ങനെ വൈത്തിരി എത്തിയിരിക്കണം കേട്ടോ. വൈത്തിരി ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. അങ്ങനെ ഫുൾ തിരക്കാണ്. മുകളിൽ ഫുള്ളും തേയിലയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് തേയില. ദൂരെ നോക്ക്. ഓ അത് കിടണം വ്യൂല്. ടോപ്പിന് ഒരു രക്ഷയില്ല. ഇത് ആ കാണുന്ന കേട്ടോ ചെമ്പ്ര പീക്ക്. അവിടെ കുറേ വീടും കാര്യങ്ങളൊക്കെ കാണാം. ഫുള്ള് തേയില കൃഷിയാണ് ആ ഭാഗത്ത്. നമ്മുടെ ബാക്ക് സൈഡിലെ ഒരു ചെറിയൊരു ചായക്കട കണ്ടു. നമുക്ക് അവിടെ പോയി ചായ കുടിക്കാം. ആ കാണുന്ന ചെറിയ കടയിൽ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. ഒരു കുപ്പി വെള്ളം കുടിച്ചു. പിന്നെന്താ 2-3 കേക്കിൻ്റെ പീസുകളുണ്ടായിരുന്നു. കേക്ക് തിന്നു. പിന്നെ ഇവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇനി 20 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സ്റ്റേയിലോട്ട്. ഇത് കണ്ടോ, ഒരു ഏറുമാടം പോലത്തെ സെറ്റപ്പ്. ഒരു ഹോട്ടലാണ് കേട്ടോ, ടീ ടൗൺ എന്ന് പറഞ്ഞ്. ഇത് കണ്ടോ ചക്ക, ചെറിയ ചെറിയ ചക്കകൾ നിൽക്കുന്നത് കണ്ടോ. വീട്ടിലും ഭംഗിയുള്ള സ്ഥലം. ആഹാ, ഒരു ചെറിയ മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഇവിടെ തേയില നുള്ളുന്ന ചേച്ചിമാരെ കാണാം കേട്ടോ. ആഹാ, എന്താ ഭംഗി. റോഡൊക്കെ ഇപ്പം ടാർ ചെയ്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആ ടാറിൻ്റെ മണമൊക്കെ ഇപ്പോഴും ഉണ്ട്. പൊഴുത്തന എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു ജംഗ്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. പൊഴുത്തന പശു ക്രോസിങ് ഏരിയ ആണ്. സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ പശുവിൻ്റെ ചന്തിക്കത്തിരിക്കും. ഭാഗത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മലനിരകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. നമ്മൾ മറ്റേ കൊച്ചുങ്ങളായിരുന്നപ്പം പടം വരയ്ക്കൂലേ മലയുടെ, അതേ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നല്ലേ. ഇതിങ്ങനെ കറങ്ങി ഇതിങ്ങനെ. ആ ഭാഗത്തൊക്കെ മഴയാണെന്ന് തോന്നുന്നു. കാർമേഘമൊക്കെ വന്ന് മൂടിയിട്ടുണ്ട്. ഈ വയനാട്ടിൽ പൊതുവേ മഴ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇന്നലെ വന്നിട്ടും ഒന്നും മഴയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ വെയിലും ഇല്ല. ഇങ്ങനെ മൂടി കിടക്കുകയാണ്. ചൂടുണ്ട്. പടിഞ്ഞാറേത്തറ എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ. പടിഞ്ഞാറേത്തറ. നമ്മളങ്ങനെ നമ്മുടെ 2ാമത്തെ സ്റ്റേയിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ബീഹൈവ് പൂൾ വില്ല. നമ്മുടെ ഗോവ ബിവോയിൽ നോക്കി തപ്പിയെടുത്ത റൂമാണ്. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബീഹൈവ് പൂൾ വില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ദിവസത്തേക്കുള്ള റൂം കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ പാടമാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ബാത്റൂമും ഉണ്ട്. ഓക്കെ. 1 hour later. സോ ഗൈസ്, നമ്മൾ പൂളിൽ ചേരാൻ പോവാണ് കേട്ടോ. നമുക്ക് നേരെ പൂളിൽ പോയി കിടക്കാം ഇനി കുറച്ച് നേരം. ചെറിയ എൻ്റെ എക്സൈറ്റ്മെൻ്റാണ് പൂളിൽ ചേടാനുള്ളത്. കണ്ടപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ പൂൾ. പൂളിലേക്കുള്ള വഴിയിലൂടെ മന്ദം ഇറങ്ങിപ്പോകുന്ന ശ്രീഹരി. ബോളോ? ആ ബോൾ കളിക്കാം. നീ അവിടെ ഇറങ്ങിയാൽ മതി കേട്ടോ. കിഡ്സ് പൂളിൽ ശ്രീഹരി കിഡ്സ് പൂളിൽ ഇറങ്ങിയാൽ മതി. ബബിൾ ആ, അതിൻ്റെ ബാക്കി പോയി ഇങ്ങനെ ഇരുന്നാൽ മതി. വേവ് വരും. നല്ല വെന്ത് കിട്ടും. എന്തിരി കുളത്തിൽ ഇറങ്ങണം. ഇതൊക്കെ എടുക്കണ്ടേ? മറ്റേ അലൻ ജോസ് ഓടി വരണ പോലെ ഉണ്ട് കേട്ടോ. നേരെ ഓടി വാടാ, ചാട്. ആക്ഷൻ ക്യാമറ മുക്കാൻ ചെറിയൊരു പേടി. വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഇതെങ്ങാനും അടിച്ചു പോയാൽ പിന്നെ വേറെ വഴിയില്ല. അതുകൊണ്ട് ഞാൻ കസേരയുടെ മുകളിൽ വെച്ചിട്ട് ഞാനിവിടെ ചാടുന്നത് കാണിച്ചു തരാം. ആ സാമാനത്തിൽ ഞാൻ തലയിടിക്കാൻ കിടക്കും.
വെള്ളം വരുന്ന പൊളയല്ലേ നല്ല തണുപ്പുണ്ട്. എന്ത് ഒരു കണ്ണ് എന്തിനു മറ്റേ കുളപ്പുള്ളി അപ്പനാ എവിടെ പോണ് മുട്ടിലഴിഞ്ഞ്. ശരി, come to daddy. കുളപ്പുള്ളി അപ്പ പറഞ്ഞു നമ്മളെവിടെയാണ് ശ്രീഹരി? നമ്മളെവിടെയാണ് ശ്രീഹരി? വയനാട് വയനാട്ടിൽ എവിടെയാണ്? എടാ വയനാട്ടെ പോണ്. ശ്രീഹരി വലിച്ച് അവിടെ കമ്പിയുണ്ട്, തലയിടിച്ച് ചാവും ചിറക്കം. ഇറങ്ങാം.
പൂളിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ. മനുഷ്യന് അടപ്പളവി ഏക്കർ കണക്കിനുണ്ടെന്ന് തോന്നുന്നു. ആ സൈഡ് തൊട്ട് ഈ സൈഡ് വരെ ഫുള്ളും പാടവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്യാമ്പ് ഫയർ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ എല്ലാം ഉള്ളൊരു വില്ലയാണ് നമുക്ക് അത്യാവശ്യം റീസണബിൾ റേറ്റ് കിട്ടിയത്. 1 hour later. അങ്ങനെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഡ്രസ്സ് ചെയ്ത് പുറത്തോട്ട് പോകാൻ പോവാണ്. നമുക്ക് നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ അടുത്തൊരു മന്തി കിട്ടുന്ന കിടിലൻ കടയുണ്ടെന്ന് ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടു. നേരെ മാപ്പ് നോക്കുക അറിഞ്ഞുകൂടാത്ത ഒരുത്തനെയാണ് മാപ്പ് നോക്കി ഏൽപ്പിച്ചിരിക്കുന്നത്. ദൂരെ നമുക്ക് ആ മലനിരകളൊക്കെ നിൽക്കുന്ന കണ്ടോ, ഫുള്ള് കോട മൂടി കിടക്കുകയാണ് കേട്ടോ. ആ ഭാഗത്തൊക്കെ ചെറിയ രീതിക്കൊരു തണുപ്പുണ്ട്. ആ ജാക്കറ്റൊക്കെ ഒരു ടീഷർട്ട് മാത്രം ഇട്ടപ്പോഴത്തേക്കും ആ ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് ഹൗസ് മന്തി അൽഫാം. ഇന്നത്തെ ലഞ്ച് ഇതാണ്. ഹാപ്പി ആക്രാന്തം പെടാതെ വീഡിയോ എടുക്കട്ടെ. ഏറ്റവും വലുത് നോക്കി എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നമ്മൾ വിചാരിച്ചതിനേക്കാളും റേറ്റ് ഇച്ചിരി കൂടിപ്പോയി. ഒരു ക്വാർട്ടറും ഒരു ഹാഫും മന്തിയായിരുന്നു, പിന്നെ ഒരു കൊക്കക്കോളയും. 805 രൂപയാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് തീർക്കാനും പറ്റിയില്ല. ഇപ്പോൾ നേരെ പോകുന്നത് ബാണാസുര ഡാം, ആ പ്രദേശവും ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററിനകത്ത് എന്തേ ഉള്ളൂ എന്നാണ് ശ്രീഹരി പറഞ്ഞത്. അപ്പം നമുക്ക് ആദ്യം ബാണാസുര ഡാമിൽ നിന്ന് തന്നെ തുടങ്ങാം. സമയം ഇപ്പോൾ 4 മണിയായി. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ പോയി കണ്ടിട്ട് വരാം. നാളെ നമ്മൾ ഫുള്ള് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ ഇറങ്ങിയ വൈകുന്നേരം തിരിച്ചു വരുന്ന രീതിക്ക് ഇറങ്ങി നമ്മളെല്ലാം കവർ ചെയ്തിട്ട് വരും. അതാണ് പ്ലാൻ. ആ വളവ് തിരിഞ്ഞ് വരുമ്പോൾ ഇത് നോക്ക്, ഇത് അതാണ് കേട്ടോ ഡാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഡാം കാണാൻ പറ്റും. എന്താ വ്യൂ നോക്ക്, ഒരു രക്ഷയില്ലല്ലേ. ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്ന വഴിയാണ് കേട്ടോ. അധികം വെള്ളമൊന്നുമില്ല. വെൽക്കം ടു ബാണാസുര ഡാം. ബ്ലോക്കാണല്ലോ, നല്ല തിരക്കുണ്ട് കേട്ടോ കയറാൻ വേണ്ടി. അങ്ങ് ദൂരെ ആൾക്കാർ നടക്കുന്ന കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ഡാമിൻ്റെ ആ വ്യൂ കാണണമെങ്കിൽ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ. അവിടെ അടിയാണ് കേട്ടോ, എന്തോ കാര്യത്തിന് അടിയാണ്. അടിയും കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. വൻ അടിയായിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ വണ്ടി അങ്ങോട്ട് പോയി തുടങ്ങി. പക്ഷേ അങ്ങോട്ട് നല്ല ബ്ലോക്കായി. ഓരോരോ മനുഷ്യർ വന്ന് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അവിടെ വണ്ടി പാർക്ക് ചെയ്തതിനെ പറ്റി എന്തോ പറഞ്ഞിട്ടാണ് അടി ഉണ്ടായത്. നമ്മൾ വണ്ടി അങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ ഒരു ഗ്രൗണ്ട് ഉണ്ട്. എത്രയാണ് ചേട്ടാ ഇവിടുന്ന്? കുറേ ഉണ്ടോ ബ്രോ നടക്കാനായിട്ട്? ഓക്കെ. എൻട്രി ഫീസ് 60 രൂപയാണ് കേട്ടോ 3 പേർക്ക്. ഒരാൾക്ക് 20 രൂപ. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ട് നടക്കാം. ഏകദേശം ഒരു 100 മീറ്ററേ ഉള്ളൂ. ഇവിടെയാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് എൻട്രൻസ് ഫീസ് എടുക്കണം. നമ്മൾ എൻട്രൻസ് ഫീസും കൊടുത്ത് അകത്തോട്ട് കയറി. അങ്ങനെ 3 പേർക്ക് കൂടെ 120 രൂപ എൻട്രൻസ് ഫീസ് പോയി. ഇവിടെ മറ്റേ ഹൊറർ ഹൗസ് എന്നും പറഞ്ഞൊരു സംഭവം. നടക്കാൻ പറ്റാത്തവർക്ക് വാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 25 രൂപയേ ഉള്ളൂ. പക്ഷേ വെയിറ്റിംഗ് ഉണ്ട്. ഇത്രയും പേര് വണ്ടി കയറാൻ നിൽക്കുന്നതാണ്. ഏകദേശം 20 മിനിറ്റോളം വെയിറ്റിംഗ് ഉണ്ട്. 700 മീറ്റർ അല്ലേ ഉള്ളൂ. മന്തി കുത്തി കയറ്റിയതാണോ? എന്നാ വാ നടക്കാം. ഒരുത്തി പറന്ന് പോകുന്നുണ്ടോ. അങ്ങനെ നമ്മൾ നടന്ന് സ്റ്റെപ്പിൻ്റെ അവിടെ എത്തി. ഇത്രയും സ്റ്റെപ്പ് കൂടെ വലിഞ്ഞേറിയാൽ നമ്മൾ ഡാമിൻ്റെ മുകളിലെത്തി. നമ്മളങ്ങനെ കയറി അറ്റത്തെത്തി. അയ്യോ അടപ്പളായി. തിന്ന മന്തി മുഴുവൻ ദഹിച്ചു. ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിക്ക് തിരക്കാണ്. ഒരു ബോട്ട് പോകുന്നതുണ്ടോ. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ടൈം അവിടെ ക്ലോസ് ആക്കി എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അതും കൂടെ ചെയ്യാമായിരുന്നു. ഇപ്പം സിപ്പ് ലൈൻ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ഭംഗിയുള്ള സ്ഥലം. ശ്രീഹരി നമുക്ക് ഈ ഡാമിനെ പറ്റി ഒരു ചെറിയൊരു വിവരണം തരുന്നതായിരിക്കും. ഓക്കെ പറഞ്ഞോ. അതായത് ഈ ഡാമിന് ബാനാസുര എന്ന് പേര് വന്നത് അസുരൻ്റെ പേരിൽ നിന്നാണ് ഈ ഡാമിന് പേര് കിട്ടിയത്. അതായത് പണ്ട് അസുരൻ ഈ മലനിരകളില്ലേ ഇവിടെ തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് വായിച്ചപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത്. എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇങ്ങോട്ട് വലിഞ്ഞ് കയറിയിട്ട് മന്തിയൊക്കെ ദഹിച്ച കൊള്ളാം. എത്ര വഴിഞ്ഞു കയറിയെങ്കിലും വർത്താണ്. നല്ല കാറ്റായിട്ടുള്ള ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് കാണുന്നത് സ്പീഡ് ബോട്ട് പോകുന്നുണ്ടോ? ഇതിനകത്ത് സൂം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സൂം ചെയ്ത് കാണിക്കുക. 1100 രൂപയാണ് സ്പീഡ് ബോട്ട്. 1100 രൂപയ്ക്ക് 4 പേർക്ക് വന്നു. നമുക്ക് സിപ്പ് ലൈൻ ചെയ്താലോ? സിപ്പ് ലൈൻ നോക്കാം. സിപ്പ് ലൈൻ 2000 രൂപ. എന്നാ വേണ്ട, അതുപോലെ 500 600 വല്ല ആണെങ്കിൽ ചെയ്യാം. 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 5
അങ്ങോട്ട് അധികം നടന്നില്ല. അധികം ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. കിടിലൻ സ്ഥലമാണ് കേട്ടോ. നല്ലതായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാറ്റൊക്കെ പോയി. അപ്പോൾ ഇതാ അങ്ങോട്ടുള്ള വ്യൂ നോക്ക്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇത്രയും നേരം സൂര്യനുണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ സൺസെറ്റായി. സിപ്പ് ലൈൻ അവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ചെമ്പ്ര പീക്കാണോ ഇത്? അല്ല, ചെമ്പ്ര പീക്ക് വേറെടാ, ഏതോ ഒരു പീക്ക്, അത് മതി. ഇനി വേറെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് വേറെ ഓരോക്കെ കമന്റ് ചെയ്യും. എന്തായാലും ഒരു മല, ഒരു മലമുകൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മലമുകൾ. അങ്ങനെ നമ്മൾ ബാണാസുര ഡാമൊക്കെ കണ്ടിട്ട് ഇതാ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്നത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു, ഇറങ്ങുന്നത് വലിയ കുഴപ്പമില്ല. ശരി, അടുത്ത പരിപാടി എന്താ? ഓണം കുറച്ച് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം എൻട്രി ടൈം ക്ലോസ് ചെയ്യും. അതുകൊണ്ട് കയറാൻ ഇനി നിർവാഹമില്ല. ഇവിടെ അധികം മഴയും കാര്യങ്ങളൊന്നുമില്ല, മഴയില്ല. എന്തായാലും ഇവിടം വരെ വന്നത് വെറുത്തായല്ലേ. കുറച്ച് നടന്നാലെന്ത്, മന്തി ദഹിച്ചാലെന്ത്. നല്ല വ്യൂ, നല്ല കാറ്റൊക്കെ ആയിരുന്നു. ദാ ഈ ഫോഴ്സിൻ്റെ വണ്ടിയാണ് കേട്ടോ ഇവിടുത്തെ ഷട്ടിൽ സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ 25 രൂപ. വെയിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നടന്നത്, അല്ലെങ്കിൽ വണ്ടി കയറി പോകത്തേ ഉണ്ടായിരുന്നത്. പിന്നെ നടക്കാൻ വന്നതേ ഉള്ളൂ, വെറും 700 മീറ്ററേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഇവിടുത്തെ റേറ്റും ടൈമിങ്ങും ഒക്കെ. രാവിലെ 9 തൊട്ട് 5:15 വരെയാണ്. പിന്നെ സ്പീഡ് ബോട്ടിന് 5 പേർക്ക് 1100. അത് കുഴപ്പമില്ലല്ലേ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ എങ്ങോട്ടാണെന്നറിയില്ല, ചോദിച്ചു നോക്കാം. എങ്ങോട്ടാണോ പോകുന്നത്? നമ്മളിനി ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോയി നിന്നിട്ട് അടുത്തത് എങ്ങോട്ട് പോകണമെന്ന് നോക്കണം. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് അടുത്തത് എങ്ങോട്ട് പോകണമെന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിക്കണം. അതാണ് പ്ലാൻ. ഇനി അപ്പുറത്തിരി 20 minutes later. നമ്മളവിടെ ഇരുന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇനിയിപ്പോൾ ഈ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം ഒടുക്കത്തെ തിരക്കും ബഹളവും അടിയും പിടിയും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾക്ക് ബൈക്കേഴ്സിന് പോകാൻ പറ്റിയ ഒരു റൂട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ നാളെ ഞങ്ങൾ രാവിലെ തിരുനെല്ലിക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. തിരുനെല്ലി വഴി പോയിട്ട് അവിടുന്ന് മുത്തങ്ങ പറ്റി അവിടുന്ന് ഗുണ്ടൽപേട്ടൂടെ പോവും. അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പ് അടിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അതും കാട്ടിക്കൂടാണ് കേട്ടോ പോകുന്നത്. ഫുൾ കാടായിരിക്കും, തിക്ക് ഫോറസ്റ്റാണ്. ആനിമൽ സ്പോട്ടിംഗ് ഉണ്ട്. നമുക്ക് സുൽത്താൻ ബത്തേരി പറ്റുമെങ്കിൽ പോകണം. ഒന്നാമത്തെ കാര്യം ശനിയും ഞായറുമാണ്, എല്ലായിടത്തും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം ആൾക്കാർ പോകുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ നമ്മൾ ബാണാസുര ഡാമിൽ പോയപ്പോൾ കണ്ടില്ലേ, ജനസമുദ്രമാണ്. അങ്ങനെ പോയിട്ട് കാര്യമില്ല, നമുക്കൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷനോ സന്തോഷമോ അങ്ങനെയൊന്നും കിട്ടത്തുമില്ല. സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്, പക്ഷേ അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് തിരുനെല്ലിക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ വന്നത് വണ്ടി ഓടിക്കാനാണല്ലോ. വയനാട് വഴി വണ്ടിയൊക്കെ ഓടിച്ച് എല്ലാം ഒന്ന് കണ്ട്, ചെറിയ രീതിക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ മടുപ്പും ഇതൊന്നുമില്ല. നല്ലൊരു സ്ഥലമാണ് കേട്ടോ വയനാട്. ഫുള്ള് ഇപ്പോൾ പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. മഴ വലിയ രീതിക്കൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ഞാൻ ലാസ്റ്റ് മഴ കണ്ടത് കോട്ടയം ജില്ലയ്ക്ക് മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ ആ സമയം 6:15 എല്ലായിടത്തും അടച്ചു, ഇനിയിപ്പോൾ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ എന്ന് പറയുന്നത്. ബി ഹൈവ് CB റെസിഡൻസി. 1 hour later. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് തിരിച്ചെത്തി. ക്യാമറ ഒന്നും എടുത്തില്ല, ജസ്റ്റ് 2 പേരും 3 പേരും കൂടെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. എന്തുമായിരുന്നു, പൊറോട്ടയും ബീഫും അതൊക്കെ ആയിരുന്നു ഫുഡ്. സമയം ഇപ്പോൾ 11:56 2 പേരും ഫ്ലാറ്റായി. ഞാനിനി കിടക്കാൻ പോവാണ്. നമുക്ക് രാവിലെ 5:30 ആകുമ്പോൾ എണീക്കണം. 6 മണി ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് നേരെ തിരുനെല്ലിയിലോട്ട് യാത്ര തിരിക്കണം. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. സോ ദിസ് ഇസ് മീ സോൾവൻ വണ്ടർ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ. ഉള്ളവരൊക്കെ നടിക്കുന്നതന്നെ സ്റ്റാറ്റോറാ പാണ്ടിലോറി കയറിയ തവള പോലെ കിടക്കണ ഒരുത്തെ.